ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഈ ഇവിടുത്തെ ഒരു വ്ളോഗ് ഇടുന്നത് കേട്ടോ, ഈ ഒരു വീട്ടിലത്തെ. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സ് മാറാനായിട്ട് ഞാൻ കയറി കൊടുക്കണത് കേട്ടോ. അപ്പൂസിനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡ്രസ്സ് മാറ്റിച്ചിട്ടേക്ക് വന്നിട്ടുള്ളത് ഞാൻ. അവിടുന്ന് വരുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയാണ് കേട്ടോ. ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴ. അപ്പോൾ അതുകൊണ്ട് മഴയും പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് മാറി ഞാൻ താഴേക്ക് പോവും, കാരണം അപ്പൂസ് ചെറുതായിട്ട് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡേ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ എൻ്റെ ഡ്രസ്സ് മാറൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ നേരെ താഴേക്ക് പോവാണ്. അപ്പോൾ വേഗം തന്നെ എന്താ പറയുക, ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്തൊന്ന് നോക്കും. കാരണം ഇനി ഓണായി കിടന്നു കഴിഞ്ഞാൽ നൈറ്റാണ് ഞാൻ ഇനി കയറി വരലോ കുളിക്കണ ടൈമിൽ. അപ്പോൾ അതുവരെ ഓണായി കിടക്കുമല്ലോ. അപ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് താഴേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴക്കാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യും എന്ന് ഉറപ്പാണ്, കാരണം കാലത്ത് വരുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തായാലും മഴ ദിവസം ഇപ്പോൾ എന്താ പറയുക, മഴ ദിവസങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ കിച്ചണിൽ പോയിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കിയത് കുറുക്കാണ്. കാരണം കുട്ടിയുടെ കാര്യമാണല്ലോ നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ പറയുക, കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചായയും കാര്യങ്ങളും കുടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറുക്ക് ആദ്യം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഈ കുറുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇവനെ കൊടുക്കണത് ഈ ഒരു പാത്രത്തിലാണ് കുറുക്ക് കൊടുക്കണത്. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തേക്കാണ് കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് കുറുക്ക് കൊടുക്കണത്. അപ്പോൾ എനിക്കറിയാം പുറത്ത് കൊണ്ടുപോയിട്ട് കുറുക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് മാറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയിട്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേയൊക്കെ തുപ്പിക്കളയുക, പിന്നെ വായ മര്യാദയ്ക്ക് അവൻ തുറക്കണുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കെടുത്തി കൊടുക്കാൻ പാടില്ല, ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഒക്കെ കൊടുക്കണതായിരിക്കും ബെറ്റർ, അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ശീലിപ്പിച്ചാലാണ് അത് അവർ പഠിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇതുവരെയും അവനെ ശീലിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവൻ മര്യാദയ്ക്ക് വായും തുറക്കുന്നില്ല. അതുപോലെ തന്നെ പകുതി തുപ്പിക്കളയുക, പിന്നെ ഫുൾ അവൻ എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അവനെ കുറുക്കൊന്നും ആയിരുന്നില്ല കേട്ടോ. മൈൻഡിൽ ഫുൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കാണിക്കുക, ആക്ഷൻ കാണിക്കുക, അതൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ കാലുമ കെടുത്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറുക്ക്. അങ്ങനെ കുറുക്ക് കൊടുക്കൽ കഴിഞ്ഞിട്ട് നേരെ അവന് ഉറക്കത്തിൻ്റെ ചെറിയൊരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മറ്റേ തൊട്ടിയിലിട്ടിട്ട് ഉറക്കിയിട്ടോ. അപ്പോൾ തൊട്ടിയിലിട്ട് 2-3 ആട്ടി കഴിഞ്ഞാൽ ആൾ സെറ്റായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ അമ്മ പറഞ്ഞു മറ്റേ കായ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് കായാന്ന് ചോദിച്ചാൽ കുന്നങ്കായെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ പറമ്പിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം ആ ഒരു കായ ഉപ്പേരി വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉപ്പേരി വെക്കാനായിട്ട് കായ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ കേട്ടോ, ഒരു പടലൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര നൈസായിട്ടാണ് അരിയണത് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല, കാരണം കുന്നങ്കായ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ എന്താ പറയുക, നൈസായിട്ട് അരിയണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഏതൊരു കറി വയ്ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ടുള്ള സംഭവം വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഞ്ഞായിട്ട് അരിയണം. അപ്പോൾ ആ കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ കായ നുറുക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചില്ല. ആ കായ നുറുക്കിയത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളമില്ലേ, അതിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഉള്ളിയും പിന്നെ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളിയും ചുവന്നുള്ളി എടുത്തു. അത് ചതയ്ക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിലവർ വെളുത്തുള്ളി എടുക്കും, ചിലവർ ചുവന്നുള്ളി മാത്രം എടുക്കും. എനിക്ക് ചുവന്നുള്ളിയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മുട്ട എടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ പാത്രത്തിലായിട്ട് വെക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ കുക്കറിലാകുമ്പോൾ ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റായിക്കോളുമല്ലോ. അപ്പം
അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഗ്യാസമ്മ വെക്കുന്നുണ്ട് കേട്ടോ, മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ആ ഒരു കുക്കറിൽ തന്നെ നമ്മൾ കായ ഇട്ടിട്ടുണ്ട് കേട്ടോ, അരിഞ്ഞു വെച്ച കായ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അധികം ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പൂണോ അത്രയൊക്കെയോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഗ്യാസമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട സെറ്റായിട്ടുണ്ട്, നമ്മൾ പുഴുങ്ങിയ മുട്ട സെറ്റായിട്ടുണ്ട്. മറ്റേ കായയുടെ സംഭവം നമ്മൾ നേരെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട നമ്മൾ ജസ്റ്റ് അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എന്താ പറയുക, തോല് കളഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അയറും ഉണ്ട് കേട്ടോ. അയറു എന്ന് പറയണത് എൻ്റെ ചേട്ടൻ്റെ പെങ്ങളുടെ മൂത്ത മോളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും എപ്പോഴും ആയാലും തല്ലി പിടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ സ്നേഹിക്കാനാണെങ്കിലും എല്ലാത്തിനും കുട്ടി ഫസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു സ്നേഹമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഞങ്ങൾ തല്ലുകൂടിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ അവളിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ പോയിട്ട്. അങ്ങനെ അപ്പോൾ അവൾ ചിരിക്കും, അത് കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് ആൻറ്റി 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 പറഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയണത്. അപ്പോൾ ഇപ്പോഴും പറയും, അമ്മ പറയും, രണ്ടുപേരും ഒരു തല്ലുകൂടും, പിറ്റേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തകൃതിയായിട്ട് പിന്നെ മുട്ട പൊട്ടിക്കുന്ന ആ ഒരു സംഭവം ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ മറ്റേ കായ വേവാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ കുക്കറിൽ, ആ ഒരു ടൈമിൽ നമ്മൾ ഹൃദയം മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഏഷ്യാനെറ്റ് മൂവീസിലാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ടി വിയിൽ വന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാനായിട്ട്, ഹൃദയം മൂവി. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ട് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ കുറേ സിനിമകളുണ്ട്, ഇപ്പോൾ പണ്ടത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ മീൻസ് ഒരു കുറച്ച് 2-3 കൊല്ലം മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ നമ്മളൊരു 5-6 വർഷം കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ മണിച്ചിത്രത്താഴമൊക്കെ കാണില്ല, അതുപോലെ തന്നെ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇരുന്ന് കാണും കേട്ടോ. അപ്പോഴും അമ്മ പറയുക, എത്ര പ്രാവശ്യം ഇരുന്ന് കണ്ട സിനിമ എന്നാലിരുന്ന് ഇങ്ങനെ കാണും, എന്നിട്ടിരുന്ന് ചിരിക്കണം കാണാമെന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി കായ സംഭവങ്ങൾ വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വേവ് കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കൂടിയിട്ടുണ്ട് സംശയമല്ല, അത്യാവശ്യത്തിന് വേവ് എന്തുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 1 വിസിലടിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഞാൻ 2 വിസിലടിക്കാൻ പറഞ്ഞിട്ട് ഇനി വേവ് ഇല്ലയോ എന്ന് അറിയില്ലല്ലോ, എന്തെങ്കിലും അവിടെ 2 വിസിലടിച്ചോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി ഉപ്പേരി കാച്ചെത്താൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടു, ഒരു 2 തണ്ട് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പേരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 സ്പൂൺ ഉപ്പേരിമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചിലയിടത്ത് കുത്തുമുളക് എന്ന് പറയും, ഉപ്പേരിമുളക് എന്ന് പറയും. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ഭാഗത്ത് ഉപ്പേരിമുളക് എന്നാണ് പറയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരെ ഈ കായ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഭയങ്കര കുഴാന്നായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കായുപ്പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചത്തെ ഊണിന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ഇന്നലത്തെ ബാക്കിയുള്ള കുറച്ച് ചിക്കൻ കറി ഉണ്ട്, പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ കായുപ്പേരി ഉണ്ട് കേട്ടോ. അയറിൻ മരിയയുടെ സ്പെഷ്യൽ കായുപ്പേരി ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു പിടി പിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.